ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ അഡീനിയത്തെ കട്ട് ചെയ്ത് ഗ്രാഫ്റ്റിങ്ങിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ റൂട്ട് സ്റ്റോക്കിൻ്റെ ചില ശാഖകൾ നമുക്ക് ബാക്കി വരും. അവ എങ്ങനെ മുളപ്പിച്ചിട്ട് പുതിയ തൈ ഉണ്ടാക്കാമെന്നും അതിനെ ഗ്രാഫ്റ്റ് ചെയ്ത് നമുക്ക് മനോഹരമായ അഡീനിയത്തിൻ്റെ പ്ലാന്റ് എങ്ങനെ ശരിയാക്കാം എന്നതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഞാനിവിടെ മുളപ്പിച്ച ഒരു സ്റ്റമ്പാണത്. സ്റ്റമ്പിനെ മുളപ്പിച്ചു. അതിൻ്റെ റൂട്ട് കണ്ടാലറിയാം ഇത് സ്റ്റമ്പ് മുളപ്പിച്ചതാണെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. ഇതിന് കോഡക്സ് ഇല്ല. കോഡക്സ് ഇല്ലാത്ത ചെടിയെ ചെയ്യുന്നു. ഇവിടെ വച്ചിട്ട് ഞാനിതിൻ്റെ ഭാഗത്തെ കട്ട് ചെയ്യുന്നു. വളരെ സക്സസ് എന്ന് പറയുന്നത് ഈ ഗ്രാഫ്റ്റിങ്ങിൽ ഇതിന് വളരെ സക്സസ് ആയത് വി ഗ്രാഫ്റ്റിംഗ് ആണ്. വി ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഇതിനുള്ള ഈ ചെടിയിൽ നിന്നുണ്ടാകുന്നൊരു കറയുണ്ടാകും. ഇവയെ പഞ്ഞി ഉപയോഗിച്ചോ നമ്മളതിനെ വൃത്തിയാക്കുന്നു. ഈ കട്ട് ചെയ്ത കത്തിയെ നിങ്ങൾ കണ്ടാലറിയാം. ഇതിൽ കറ ഇങ്ങനെ പിടിച്ചിട്ട് അത് കറുത്ത കളറാകും. അതിനെ നമ്മൾ പഞ്ഞി വെച്ച് സ്പിരിറ്റ് ഉപയോഗിച്ച പഞ്ഞി വെച്ച് നമ്മളതിനെ തൂത്ത് വൃത്തിയാക്കുന്നു. അതല്ലാതെ നമ്മളത് തിരിച്ച് കട്ട് ചെയ്യരുത്. വൃത്തിയാക്കിയതിന് ശേഷം ഇതിനെ വി ഗ്രാഫ്റ്റിങ്ങിനായിട്ട് നമ്മളിങ്ങനെ ഈ കത്തിയുടെ അതേ ആഴത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കുന്നു. സയോൺ ഇവിടെ കട്ട് ചെയ്ത് വൃത്തിയാക്കുന്നു. ഇവിടെ ഈ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ സയോൺ ഇതിൻ്റെ മുകളിലത്തെ ഭാഗം നമുക്ക് ആവശ്യമില്ല. ഇതിനെ കട്ട് ചെയ്ത് കളയുന്നു. എന്നിട്ട് ഇതിൻ്റെ ഇലയുടെ ചില ഭാഗങ്ങൾ കൂടെ കട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത ഈ ഭാഗത്ത് നമ്മൾ സാഫ് തേച്ച് കൊടുക്കുന്നു. അതിനുശേഷം ഇതിനെ വി ആയിട്ട് കട്ട് ചെയ്യുന്നു. ഈ ഭാഗത്ത് നമ്മൾ ഉറപ്പിക്കുന്നു. ഈ കത്തി വെച്ച് വിടവുണ്ടാക്കി കൊടുത്തതിന് ശേഷം താഴേക്ക് ഇറക്കി വിടുക. ഇത് കണ്ടാലറിയാം ഇതിന് രണ്ട് സ്കിന്നും ഈ സയോണിൻ്റെയും റൂട്ട് സ്റ്റോക്കിൻ്റെയും സ്കിൻ ഒന്നിച്ചിരിക്കണം. ഇങ്ങനെയെങ്കിൽ മാത്രമേ ഇത് പിടിക്കുകയുള്ളൂ. ഇതിനുശേഷം ഗ്രാഫ്റ്റിംഗ് ടേപ്പ് വെച്ച് അതിനെ കെട്ടിക്കൊടുക്കുന്നു. ഇതുപോലെ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് കൊണ്ട് ഇതിനെ ഇവിടെ കെട്ടുന്നു. ഇങ്ങനെ വി ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം ഒരു കവർ ഇതിനെ മൂടുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ഇതിനെ മൂടി വെക്കുന്നു. താഴെ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് കൊണ്ട് തന്നെ നമ്മളൊരു കെട്ടിട്ട് ഇതിനെ ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്ത് ഒരിക്കലും കെട്ട് വീഴുവാൻ ഇടയാക്കരുത്. ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം 3-4 ദിവസമെങ്കിലും നല്ലൊരു ഷെയ്ഡിൽ വെക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഈ മണ്ണ് ഉണങ്ങുന്നതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുവാൻ ശ്രദ്ധിക്കുക.